രാജ്യവ്യാപക പണിമുടക്കെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെല്ലാം സാധാരണ നിലയിൽ ചലിക്കുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. പണിമുടക്ക് ഹർത്താലായി മാറിയ കാഴ്ചയാണ് സംസ്ഥാനത്തെങ്ങും. ആവശ്യ സർവീസുകളെ ബാധിക്കില്ലെന്ന ഉറപ്പുകൾ ജലരേഖ മാത്രമായി. നിരത്തിലിറങ്ങുമെന്ന് അധികൃതർ ആണയിട്ട KSRTC ബസ്സുകൾ കട്ടപ്പുറത്തിരുന്നതോടുകൂടി പൊതുജനം പെരുവഴിയിലായി. അർദ്ധരാത്രി മുതൽ ആരംഭിച്ച സമരത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് ദൂരങ്ങളിൽ നിന്ന് വന്ന ട്രെയിൻ മാർഗം എത്തിയവരാണ്. സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് വീട്ടിലെത്താൻ ഓട്ടോയോ ടാക്സിയോ KSRTC ബസ്സോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പ്രായമായവരും കുട്ടികളുമടക്കം മണിക്കൂറുകളോളമാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളെ പോലും സമരക്കാർ പലയിടത്തും തടഞ്ഞതോടുകൂടി യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയായി മാറി. സർവീസ് നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷം ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ പുറത്തിറങ്ങിയില്ല. ജീവനക്കാർ കൂട്ടത്തോടെ വിട്ടുനിന്നതോടെ KSRTC സ്റ്റാൻഡുകൾ വിജനമായി. ഇതോടെ സർക്കാർ ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കും പോകാനിറങ്ങിയവർ വലഞ്ഞു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും സമരക്കാരെ ബാധിച്ചതേയില്ല. ജോലിക്ക് ഹാജരാക്കാത്തവർക്ക് ശമ്പളം നൽകില്ലെന്ന ഉത്തരവ് നിലനിൽക്കെ തന്നെ സെക്രട്ടേറിയറ്റിലടക്കം ഹാജർ നില വളരെ കുറവാണ്. രാജ്യ തലസ്ഥാനത്ത് രാജ്ഘട്ടിൽ നിന്നും മാർച്ചും ജന്തർ മന്ദറിൽ പ്രതിഷേധവും നടക്കുന്നുണ്ടെന്നും കേരളത്തിലെ പോലെ ഒരു നിശ്ചലാവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല. ലേബർ കോട്ടുകൾ പിൻവലിക്കുക, കാർഷിക ബോണസ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 10ഓളം തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് സംസ്ഥാനത്ത് ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എന്തായാലും പണിമുടക്കിന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്നത്തെ ശമ്പളം നൽകില്ല എന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് 12 മണി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും സംയുക്ത റാലി നടത്തിയിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ രാജ്ഘട്ട് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തും. ഉച്ചയ്ക്ക് ജന്തർ മന്ദറിലും പ്രതിഷേധിക്കും. പുതിയ ലേബർ കോട്ടുകൾ, ഇന്ത്യ US വ്യാപാര കരാർ, കേരളത്തിലെ നെൽ കർഷകർക്കുള്ള അധിക ബോണസ് നിർത്താനുള്ള കേന്ദ്ര നിർദ്ദേശം എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ഓട്ടോ, ബസ്, ലോറി, ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കും. റെയിൽവേയിലെയും വിമാനത്താവളങ്ങളിലെയും തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് സംഘടനകൾ അറിയിച്ചു. INTUC, CITU അടക്കം 10 സംഘടനകൾ സംയുക്തമായാണ് രാജ്യവ്യാപകമായി പണി മുടക്കുന്നത്. എന്തായാലും വലഞ്ഞു പോകുന്ന ഇപ്പോൾ ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വന്ന് വലഞ്ഞു പോയ ചില നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. എനിക്ക് പോകേണ്ടത് കാഞ്ഞിരമറ്റമാണ്. കാഞ്ഞിരമറ്റം ചാലക്കപ്പാറ എന്ന് പറയാം, രേങ്കാവിനടുത്തുള്ള ഇതാണ്. ഉണ്ടെങ്കിൽ ബസ് നോക്കി KSRTC വരിക, വന്ന് ഇല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓട്ടോ ഉണ്ട്, ഞാൻ പോയില്ല, ഓട്ടോയ്ക്ക് പോകാനുള്ള അത്രയും സാമ്പത്തികം ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് പിന്നെ നമുക്ക് എങ്ങനെ ജോലി ഇവിടെ അബിസ്കാൻ എന്ന് പറയും. ആവശ്യമില്ലാത്ത സമരമാണ്. കാരണം ഈ സമരം കൊണ്ട് ഒന്നും നേടാൻ പോണില്ല. പിന്നെ ഇവിടെ ഈ BJP സർക്കാരിനോടുള്ള പ്രതികാരം എന്നുള്ള നിലക്ക് മറ്റു മുന്നണികൾ എല്ലാം കൂടി നമ്മൾ തടയേണ്ട ആവശ്യമില്ലല്ലോ. യാത്രക്കാരും ഇല്ല, വാഹനം വരുന്നില്ല, തൊഴിലാളികൾ മൊത്തം പണിമുടക്കിലാണ്. തെറ്റേക്കണം. കാരണം നമ്മൾ ഇത് മൊത്തം തൊഴിലാളികളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള, ഈ തൊഴിലാളി വർഗത്തെ ക്രൂശിക്കുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെതിരെ എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി അതിനെതിരായിട്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ല, നമ്മളങ്ങനെ ആരെയും ബുദ്ധിമുട്ടില്ല. KSRTCയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കുള്ളൂ. മറ്റുള്ള സംഘടനകളൊക്കെ ഉണ്ട്, അവരൊക്കെ നോക്കിക്കോളൂ. KSRTC ബസ് യാത്രക്കാര് ഇവിടെ ഇല്ല, ബസ് ജീവനക്കാരെ എല്ലാവരും പണിമുടക്കില്ലോ. ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അറിയത്തില്ല. പ്രതീക്ഷിച്ചിരിക്കുന്നു, ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുക. ഇന്നലെ വന്നപ്പം പറഞ്ഞു ഉണ്ടാവും പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ കെട്ടും കെട്ടി വന്നത് ഇവിടെ. അപ്പൊ ശോശം പറഞ്ഞ 8 മണിക്ക് ബസ് ഉണ്ടാവും എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. കണ്ടറിയാം. നേരത്തെ ബുക്ക് ചെയ്തതാണ്. അന്വേഷിച്ചപ്പം ബസ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ എത്തിയ ആളുകളൊക്കെ തടയുന്നുണ്ടായിരുന്നു ബസ് എടുക്കാൻ. അറിയില്ല, ഇപ്പൊ ശോശം പറഞ്ഞു ഉണ്ടാവും തോന്നുന്നു. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പണിമുടക്കാണ്. തൊഴിലാളികൾ ആരും തന്നെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല. നിലവിലൊരു ബസ്സും സർവീസ് പോയിട്ടുമില്ല. ഡ്യൂട്ടിക്ക് എത്തിയാൽ അവരോരോ ഷെഡ്യൂൾ ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ ആരും തടയില്ല. KSRTC നിയമപ്രകാരം ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച ഷെഡ്യൂളിന് വിവിധ രാഷ്ട്രീയക്കാരുണ്ടാവാം. അവർക്ക് ഷെഡ്യൂൾ വരുന്നത് ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. അതിപ്പം ആ ഷെഡ്യൂൾ അല്ലാത്തതാണ് നിങ്ങൾ തടയുന്നത്. അല്ലാത്ത ഷെഡ്യൂൾ അയക്കാൻ പറ്റില്ല, നിയമപരമല്ലല്ലോ.